ഇത് ഏത് പന്നപ്പൂ? പ്രിൻസേ ഞാൻ നോക്കിയേ, ധാരാ നോക്കിയേ, തേടിയ പള്ളി കാല ചുറ്റുപോലായി. നിനക്ക് ഞാനിന്ന് രാവിലെ ഒരു വാൺ ചെയ്തതാ. ഇല്ലിക്കുന്നക്കാരുടെ വീടിന്റെ പരിസരത്തോ ആളുകളുടെ മുമ്പിലോ നിന്നെ കണ്ടുപോരുത്. പിന്നെ നീ എൻ്റെ ധൈര്യത്തിലടാ കഴിവറടാ മോനെ എൻ്റെ വീട്ടിൽ കയറി ഷോ കാണിച്ചത്. നിനക്കത് മനസ്സിലായില്ലേ? ഇന്ന് രാവിലെ നീ പറഞ്ഞൊന്നും അവനങ്ങ് മനസ്സിലായിട്ടില്ല. ആന്നോടാ സോണിയേ? ഓ എടാ നമുക്ക് ഇവനെ ഒന്നുകൂടെ ഒന്ന് ശരിക്കും മനസ്സിലാക്കി കൊടുത്താലോ? പിന്നെന്താ, ഞാൻ റെഡി. അനീഷേ? ഓ ഞാനും റെഡി. പ്രിൻസേ, നീ ഇവിടുത്തെ നാട്ടുകാരുടെ മുമ്പിലിട്ട് എന്നെ തല്ലി, ഞാനതങ്ങ് ക്ഷമിച്ചു. പക്ഷേ എപ്പോഴും അതുണ്ടായെന്ന് വരില്ല. ഇനി നീ എൻ്റെ ദേഹത്ത് ഓട്ടാ, ഞാൻ തല്ലും. അമ്മയാണ് ഞാൻ തല്ലും. ഓ അത് കൊള്ളാം. ഇതിപ്പോൾ എവിടെ നിന്ന് കിട്ടി ഈ ധൈര്യം? എന്നാ പിന്നെ അതൊന്ന് കണ്ടിട്ട് തന്നെ ബാക്കി കാര്യം. സോണിച്ചോ? ഓ എന്താടാ പ്രിൻസേ, വണ്ടിയൊക്കെ തറഞ്ഞു നിർത്തി സിനിമാ സ്റ്റൈലായിരുന്നു ഇപ്പൊ? ഈ ഡയലോഗ് ഞാൻ അവിടെ കേട്ടിട്ടുണ്ടല്ലോ. കുമ്പങ്കാച്ചി കുമ്പങ്കാച്ചി. ഇത് എന്നതാടാവേ, നിങ്ങൾ നമ്മുടെ പ്രശ്നം ഇതുവരെ തീർന്നില്ലേ? ചുമ്മാ കുഞ്ഞുള്ളവരെ പോലെ വഴി കിടന്ന് അലമ്പുണ്ടാക്കാതെ വണ്ടി ഇരുന്ന് പോകാൻ നോക്കി. അത് പറയാൻ താനാരാ? എന്തോ? അത് പറയാൻ താനാരാ? ഞാൻ ആരെങ്കിലും ഒക്കെ ആയിക്കോട്ടെ. എന്നാ ഒരുപാട് ഷോ കാണിക്കാതെ അങ്ങ് മാറി നിൽക്ക്. കേട്ടില്ല. അങ്ങോട്ട് മാറി നിൽക്കടോ. ബുദ്ധിമുട്ടാ. എന്തേ? ചെറുക്കാ, നീ നിന്റെ ഈ കൂട്ടുകാരും കൂടെ ദേ ഇവനെ വഴിയിലിട്ട് തല്ലി ചതച്ച് ഞങ്ങൾ അറിഞ്ഞിട്ടും നിന്നോട് ഞങ്ങൾ ചോദിക്കായിരുന്നതേ നിന്റെ ഭാഗത്ത് ചെറിയൊരു ന്യായം ഉണ്ടെന്ന് തോന്നിയിട്ടാ. എന്നും പറഞ്ഞ് ഇനി ഇവന്റെ ദേഹത്ത് നീയോ നിന്റെ കൂട്ടുകാരോ തൊട്ടെന്നറിഞ്ഞ തല്ലിക്കൊന്ന് കുഴിച്ചു മൂടി ഞാൻ. കേട്ടാ? നിനക്ക് സംശയം വല്ലതും ഉണ്ടെങ്കിൽ നീ നിന്റെ വീട്ടിൽ പോയി നിന്റെ തന്തയോട് വെച്ചാൽ മതി. ഇല്ലിക്കുന്ന് ചാക്കോയോട്. പുള്ളിക്കറിയാം ഈ ബിജു ആരാണെന്നും എന്താണെന്നും. കൂടുതൽ ഡയലോഗ് അടിക്കാതെ വണ്ടി എടുത്ത് പോകാൻ നോക്കടാ. ഇവനെ ഏകദേശം കാര്യം വിളിച്ചോണ്ട് പോടാ. ഓ വേടായേ, എൻ്റെ കയ്യിൽ ബൈക്കുണ്ട്, ഞാൻ അതിന് പോക്കോളാം. എന്നാലും അതല്ല, നിങ്ങൾ ഇത്രയും വലിയ സെറ്റപ്പ് ആയിരുന്നു ബിജുട്ടാ.
അല്ലടാ പിന്നെ അല്ല കോരിത്തരിച്ചു പോയില്ലേ പ്രകടനം കണ്ടിട്ട്. സത്യം. അപ്പൊ ഞങ്ങളോട് പറഞ്ഞ കഥകളൊക്കെ സത്യം തന്നെയായിരുന്നല്ലേ? അതെ. ബീച്ചേട്ടാ സോറി ബീച്ചേട്ടാ, ഞാൻ അപ്പോഴത്തെ ദേഷ്യത്തിൽ എന്തൊക്കെയാ പറഞ്ഞ. സോറി ബീച്ചേട്ടാ. നീ ഇത് വിടറാ, കേസ് വിട്. അതെ നീ വന്നേ, ഒരു വഴിക്ക് പോകാണ്ട്. എങ്ങോട്ടാ? അതൊക്കെ പറയാം, നീ വാ. അപ്പൊ എന്റെ ബൈക്കോ? അതവിടെ അവനും വെക്ക്, തിരിച്ചു വരുമ്പോ എടുക്കാടാ. എന്നാ അങ്ങോട്ട് വാ. മാറി വെക്കട്ടെ. ആ പോ, ഇന്ന് കേറാ ഓടാ. ആ പോവല്ലേ. സമയം കളയാണ്ട് വാടാവേ. വരുവാടാവേ. ഒന്നും വാടാ. മിണ്ടായിരുന്നു. കൊതി കുത്തിയാൻ വേറെ വല്ല വഴിക്കും പോകും. ഞാൻ പോനെ പോട്ടെ, നീ ഒന്ന് ഒതുങ്ങിയിരിക്കടാവേ, നിന്റെ കപ്പക്കാലം വെച്ച് അവൻ കൂടെ വന്ന് കേറട്ടെ. എടുത്തോ 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 എടുത്തോ. കേറ്. ഇവിടെ മാറാം അങ്ങോട്ട്. ആ വണ്ടി എടുത്തോ. എന്തൊക്കെയായിരുന്നു മല പോലെ വന്നു, എരി പോലെ വന്നിട്ട്. ഹലോ, ആ ഉണ്ട് കൊടുക്കാം. പ്രിൻസേ, ആരാ? അപ്പച്ചനാ. ആ ഞാൻ വിളിച്ചോളാം. ആ എന്താ അത്യാവശ്യമാണെന്ന് പറഞ്ഞു. ഞാൻ വിളിച്ചോളാം പറഞ്ഞില്ലേ? നീ നടങ്ങ ഫ്രണ്ട്സേ, ആ കേസ് വിട്. നിനക്കത് പറയാം, നിന്നെ ബാധിക്കുന്ന കാര്യമല്ലല്ലോ. ഇതൊരു മറ്റടുത്ത വർത്താൻ പിന്നെ എന്താ പറയണത്? ഇതുവരെ ഒരുത്തന്റെ മുമ്പിൽ തോറ്റു കൊടുക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടില്ല ഈ പ്രിൻസിന്. എടാ എനിക്ക് മനസ്സിലാവും നിന്റെ ഫീലിങ്സ്. എന്നും പറഞ്ഞ ഇപ്പൊ നമ്മൾ അമ്മമാരുമ്പോ ചെറുതായിട്ടൊന്നും തോറ്റു കൊടുക്കുമ്പോ നീ എന്ത് പറ്റാടാ? എന്ത് പറ്റാന്ന്? ആ ഫസ്റ്റ് നിനക്കൊന്നും ശരിക്കും അറിയാൻ പാടില്ലാഞ്ഞിട്ടാ അവരുടെ കൂടെ എല്ലാം ബീച്ചേട്ടനെ. നമുക്കൊക്കെ കാശിന്റെ ബലത്തിലുള്ള ആൾബലം മാത്രമേ ഉള്ളൂ. പക്ഷെ പുള്ളിക്ക് അങ്ങനെയല്ല. എന്തിനും ഏതിനും എവിടെ അങ്ങനെ എല്ലാ കാര്യത്തിനും ഓടിയെത്തുള്ള ആൾക്കാരുടെ അങ്ങേരുടെ കൂടെ അറിയാവോ? അതുകൊണ്ട് ഞാൻ അവനെ പേടിക്കണം എന്നല്ല, കളിക്കുമ്പോ ആളും തരം നോക്കി കളിക്കണം. പിന്നെ സാഹചര്യം അതാ ഞാൻ ഉദ്ദേശിച്ചു. ഒന്ന് പോടാ അവിടുന്ന് അവൻ്റെ ഒരു ബീച്ചേട്ടൻ. എടാ നീ ഇങ്ങനെ വറിയിടാണ്ട കാര്യമൊന്നുമില്ല. ഇതിലും വലിയ പ്രശ്നങ്ങൾ നമ്മൾ പുഷ്പം പോലെ കൈകാര്യം ചെയ്ത് പോന്നിട്ടില്ലേ? പിന്നെന്നാ? എടാ നീ ഒന്ന് അടങ്ങ്, അമ്മാര് നാട്ടിൽ തന്നെ ഇല്ല. പിന്നെന്താ? സെറ്റാക്കാന്നേ. ഡാ നീ വായങ്ങട് വന്നേ. അവനെ കിട്ടുക എനിക്ക് ഒതുക്കത്തില്ല. ഓ നിഷേ, നീ വണ്ടിയെ മാറ്റിട്ട്. എന്താടാ മുഖത്തൊരു മ്ലാനത? ഏയ് ഒന്നുമില്ലടാ. പറയടാ ജോസൂട്ടി, എന്നാ പറ്റി? എടാ രാവിലത്തെ സംഭവേ നാട്ടുകാരും വീട്ടുകാരൊക്കെ അറിഞ്ഞ് ആകെ നാണക്കേടായി. ഒന്നും വേണ്ടായിരുന്നടാ. അയ്യേ, ഇതായിരുന്നോ? നീ ആ കേസ് പറ ജോസൂട്ടി. ആ എന്തേലാട്ടെ. അമ്മാരുന്നേടാ കൊണ്ടുവന്നില്ലേ? ആ വന്നായിരുന്നു. ഞാൻ കുറച്ച് സാധനങ്ങൾ മേടിക്കാൻ വേണ്ടി പുറത്തേക്ക് വിട്ടേക്കും. എന്താണെന്നറിയില്ലടാ, മനസ്സിൽ കിടന്ന് എന്തോന്നിങ്ങനെ അലട്ടുവാ. എന്ത്? അതെന്നാന്ന് എനിക്കും അറിയത്തില്ലടാ. എന്തോ ഒരു പ്രശ്നം ഉണ്ടാകാൻ പോകുന്നുള്ളൊരു തോന്നൽ. പിന്നെ കോപ്പ. നിനക്കെന്നാ പറ്റി? എന്ത് പ്രശ്നം? എടാ അവന്മാർ വന്നു അവനെ. നീ പോയിന്ന് വാല് പറഞ്ഞു. എനിക്ക് എങ്ങും പറ്റില്ല, നീ വേണേ പോയി നോക്കാം. എടാ ജോസൂടി ഒന്ന് ചെല്ലടാ. എനിക്ക് എങ്ങും പറ്റില്ല, നീ പോയി നോക്കിയാൽ മതി. കോപ്പ്. അയ്യ, എന്താടാ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? പ്രശ്നമുണ്ട്. നീ വന്നേ. എന്താടാ? നോക്കി അകത്തോട്ട് വന്നോട്ടെ. അതിനെന്നാ? വന്നോളൂ. വന്നു. ഞാൻ ജോസൂട്ടിനെ കാണാൻ വന്നതാ. ഓ അതിനെന്നാ? ആയിക്കോട്ടെ. എന്തിനാ? എനിക്ക് ജോസൂട്ടിയോടൊന്ന് സംസാരിക്കണമായിരുന്നു. എന്നാ നിങ്ങൾ സംസാരിക്കും. നീ അങ്ങോട്ടാ, നീ എവിടെ നിന്നേ? മര്യാദക്കില്ല. നിങ്ങൾ സംസാരിക്കണം. സംസാരിക്കടാ. ജോസൂട്ടിക്ക് എന്നോട് ദേഷ്യമാണോ? എന്തിനാ? നീ വന്ന കാര്യം പറ. ഇവിടെ വേറെയും താമസക്കാരൊക്കെ ഉള്ള ഈ സമയത്ത് നിന്നോട് വെച്ച് കണ്ടാൽ പിന്നെ അത് മതി. ശരി, ഞാൻ വന്ന കാര്യം പറയാം. ജോസൂട്ടിക്ക് ശരിക്കും എന്നെ ഇഷ്ടമാണോ? പറ, ശരിക്കും ഇഷ്ടാ? അത് പിന്നെ
നേരത്തെ ഞാൻ നിന്നോട് പറഞ്ഞല്ലേ, പിന്നെ എന്നാ? ഓക്കെ, എന്നാൽ വേറൊരു കാര്യം കൂടി ചോദിക്കട്ടെ. ഇന്ന് എൻ്റെ വീട്ടിൽ വെച്ച് കാണിച്ച ധൈര്യവും ചങ്കൂറ്റും അല്ല മുമ്പോട്ടും അങ്ങനെ ഉണ്ടാവുമോ? വേറൊന്നും കൊണ്ടല്ല, ജോസുട്ടിക്ക് എൻ്റെ വീട്ടുകാർ ശരിക്കും അറിയില്ലാത്തതുകൊണ്ടാ. എന്തും ചെയ്യാൻ മടിയില്ലാത്തവരാ എൻ്റെ അപ്പനും ചേട്ടനും അല്ല. ജോസുട്ടിക്ക് അറിയാമോ, കോളേജിൽ പഠിക്കുമ്പോൾ ഒരുപാട് പേരെൻ്റെ പുറകെ നടന്നിട്ടുണ്ട്, പ്രപ്പോസും ചെയ്യാറുണ്ട്. പക്ഷേ അവരെല്ലാവരും ഞാൻ ഇല്ലിക്കുന്നേ തറവാട്ടിലാന്ന് പറയുമ്പോൾ എന്തോതരം പേടി എല്ലാവർക്കും. സത്യം പറഞ്ഞാൽ എൻ്റെ ചേട്ടൻ അവരെ പിടിച്ച് വരട്ടിയ പിന്നെ അവരെ പൊടി പോലും കാണാറില്ല. അതുകൊണ്ട് ഞാൻ നേരത്തെ ഒരു കാര്യം തീരുമാനിച്ചുറപ്പിച്ചതാ, ഞാൻ കെട്ടുവാണേ അത് ചങ്കൂറ്റുള്ള ഒരാണിനെ ആയിരിക്കുള്ളൂ. അങ്ങനെ ഒരാളെ ഞാൻ ഇന്ന് എൻ്റെ വീട്ടിൽ വെച്ച് കണ്ടു. ആ വീരും വാശിയും ഇനി അങ്ങോട്ടേക്ക് എന്നും ഉണ്ടാവുമെന്ന് അറിയാനാ ഞാനിപ്പോൾ ഇങ്ങോട്ട് വന്നത്. പ്രീതി, എനിക്ക് അപ്പൻ ഒന്നേ ഉള്ളൂ, അതുപോലെ തന്നെ എൻ്റെ വാക്കും. ഇനി നിനക്ക് എന്നെ ഇഷ്ടമാണെങ്കിൽ ഈ ലോകത്ത് ആരൊക്കെ നിന്നാലും നിന്നെ ഞാൻ കെട്ടും, അത് എൻ്റെ ഉറപ്പാ. പക്ഷേ അതിന് ഞാൻ മാത്രം ധൈര്യം കാണിച്ചിട്ട് കാര്യമില്ല, നീയും വിചാരിക്കണം. കാരണം ഈ ലോകത്ത് ഇന്നേ ഒരു പെണ്ണും ധൈര്യം കാണിക്കാതെ ഒരു പ്രണയം സക്സസ് ആയിട്ടില്ല. പക്ഷെ എൻ്റെ കാര്യത്തിൽ ആകെയുള്ളൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, നീ ഇപ്പം അനുഭവിച്ചിരുന്ന സുഖസൗകര്യങ്ങളൊന്നും എൻ്റെ അടുത്തുണ്ടാവണമെന്നില്ല. പക്ഷെ നാളെ അത് ഉണ്ടായിക്കൂടാന്നില്ല കേട്ടോ. എന്നാലും ഞാൻ നിനക്കൊരു ഉറപ്പ് തരാം, ഞാൻ കാരണം എൻ്റെ വീട്ടുകാർ കാരണം നിന്റെ കണ്ണൊരിക്കലും നിറയാനോട് വരില്ല. അതുപോലെ അയ്യോ, നീ എന്നാ ഈ പുറത്തിറങ്ങിയിരിക്കണേ? ചുമ്മാ കാറ്റുള്ള. ആ പിന്നെ ക്യാമറയും മറ്റു സാധനങ്ങളും എടുത്ത് മജുറിന്റെ സ്റ്റുഡിയോയിൽ കൊണ്ടുവച്ചിട്ടുണ്ട്. അത് പോകുന്ന വഴിക്ക് എടുക്കാം. പിന്നെ ബ്ലഡും മേക്കപ്പിന്റെ സാധനങ്ങൾ വാങ്ങിച്ചിട്ടുണ്ട്. വേറെ ഒന്നും മേടിക്കാനല്ലോ? ഇല്ല, ഒന്നുമില്ല. എന്നാ വാ, അതോട്ടിരിക്കുക. നമ്മളിപ്പോൾ അങ്ങോട്ട് പോകണ്ട. അതന്നെ, അത് പിന്നെ നമ്മളിപ്പോൾ അങ്ങോട്ട് പോയാൽ ശരിയാവൂല. അതെന്നാ ചോദിച്ചേ? നമ്മളിപ്പോൾ അങ്ങോട്ട് പോയാൽ ശരിയാവൂല. അതെന്നാന്ന് പറയടാ. വൃത്തിയോട് വിടരുത്. എന്നാ പറയടാ, ഇപ്പൊ അകത്തോട്ട് ഇറക്കുന്ന എന്നാ കുഴപ്പം? ഓ, എന്നെ പ്രാന്ത് പിടിപ്പിക്കും. ഞാൻ പറയാ, അകത്ത് ജോസൂട്ടിയുണ്ട്. ആ, ഗ്യാസൂട്ടിയല്ലേ, അല്ലെന്ന് ഗ്യാസൂട്ടിയൊന്നുമല്ലോ പൊട്ടിത്തെറിക്കാൻ. ഓ, ജോസൂട്ടി മാത്രമല്ല. പിന്നെ റബ്ബില്ലായ്മനായ തമ്പുരാനെ ഞാനെന്നെ ഈ കാണുന്നത് ബിജുചേട്ടാ. അപ്പൊ വെറുതെ അല്ല ഇവിടെ രാത്രി ഇവിടെ പോട്ടെ എന്നാ. കൊച്ചേ, നീ ഇതെന്ത് ഭാവിച്ചാ? ഇവനെ കൊണ്ടേ കൊലക്ക് കൊടുക്കുവോ? ആ, നിങ്ങൾ രണ്ടും കൂടെ രാവിലെ തുടങ്ങി വെച്ച പ്രശ്നം ഇതുവരെ തീർന്നിട്ടില്ല. അപ്പോഴേക്കും അടുത്തതായിട്ട് ഇറങ്ങിയേക്കുവാണോ? കൂട്ടുകാരൻ്റെ പ്രണയം സക്സസ് ആവണമെങ്കിലേ കുറച്ചൊക്കെ പ്രശ്നം നേരിടേണ്ടി വരും ചേട്ടാ. പോട്ടെ. കൊള്ളാല കാന്താരി. എന്താടാ മുഖത്ത് വലിച്ച ഒരു കിണി? എന്റെ ദൈവമേ, ഇനി ആ വീട്ടിൽ മോനവിടെ നിന്ന് ഒരു കാര്യം ചോദിക്കട്ടെ. അവളെപ്പോഴാ വന്നേ? അവള് വന്നിട്ട് കുറച്ചു നേരമായി. എന്തിനാ വന്നേ? അവൾ എന്നെ കാണാൻ വന്നതാ. ആയിരിക്കുമല്ലോ. ഇവനെ പുറത്തിറക്കി നിർത്തിട്ട് നിങ്ങൾക്ക് രണ്ടുപേർക്കും ഇതിനകത്ത് തന്നെ ആയിരുന്നു പരിപാടി. ഒന്ന് പോടാ. അങ്ങനെയൊക്കെ പോലെ നീ കാര്യം പറഞ്ഞിട്ട് പോയാ. കുറെ നേരമായി പോണെന്നും പറഞ്ഞു. അവിടെ അങ്ങനെ പോയി. ഓ, നിങ്ങളെല്ലാം ചോദിച്ചാ നമ്മളെല്ലാം ചോദിച്ചാ. എടാ, നിനക്കെന്നെ പറ്റിയേ? നിന്റെ മുഖത്തൊരു വല്ലായ്മ. എടാ എന്നടാ, എന്തിടാ? ആ, നീ വാങ്ങിട്. ഞാൻ വിളിക്കാടാ, കുറച്ച് കഴിയട്ടെ. നീ എവിടെ ഇരുന്നേ? ഓ, ഇരിക്കടാ അവിടെ. നിനക്കെന്നാ പറ്റിയ? സബാനെ, നിന്റെ മനസ്സിന് വിഷമം എന്തെന്നുള്ള കാര്യം ഞങ്ങൾക്ക് അറിയാടാ മുത്തേ. പക്ഷെ എന്നാലും നമുക്ക് എല്ലാവർക്കും വേണ്ടടാ ഒരു സ്ഥിര ജോലിയും വരുമാനവും ഒക്കെ. അത് മാത്രമാണ് നിന്നെ ഇത്രയും നാളെ ഞാൻ കളിയാക്കിയ നാട്ടുകാരുടെ മുമ്പിലും വീട്ടുകാരുടെ മുമ്പിലും ഒക്കെ നിനക്ക് തലയുറപ്പിച്ച് നടക്കാൻ പാടില്ലേ? എടാ, അതൊരു വലിയ കാര്യമല്ലടാ. അതൊക്കെ ശരിയായി ചേട്ടാ. പക്ഷേ ഇത്ര ഇവിടെ നിങ്ങളെയൊക്കെ വിട്ടുവരികയെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് സന്തോഷമുള്ളൂ. അല്ല, ഇപ്പൊ നിനക്ക് ജോലിയൊക്കെ കെട്ടി നീ സെറ്റാകാൻ പോവാണല്ലോ, അത് ഓർത്തപ്പോ എനിക്ക് സന്തോഷമുണ്ടെന്ന് പറഞ്ഞതാ. നിങ്ങളാ കേസ് വിട്ടെ. ഞാനൊരു കാര്യം ചോദിക്കട്ടെ? ഷൂട്ട് തുടങ്ങുന്നതിന് മുമ്പ് ഇവന് വേറെ ആളെ കണ്ടുപിടിക്കണ്ടേ? എടാ, നീ അതോർത്ത് പേടിക്കണ്ട. നമുക്ക് നമ്മുടെ ചാക്കോച്ചിനെ വിളിക്കാന്നേ. പിന്നെ നീ വിളിച്ച പുള്ളി ഓടി വരുമല്ലേ? പുള്ളി ആരാ, നിന്റെ അമ്മാവന്റെ മോനോ? ചുമ്മാ തലടന്ന് മിണ്ടാരോ. ഞാനെന്തിനാ തള്ളണത്? അവൻ എവിടെയാണെങ്കിലും ഞാൻ വിളിച്ചാൽ ഓടി വരും. എടാ, ഒന്നുമില്ലെങ്കിലും കുറെ നാൾ നമ്മുടെ ഒപ്പം ഉണ്ടായിരുന്നല്ലോ അവൻ. എടാ, നമ്മുടെ ചാക്കോച്ചനെ, നമ്മുടെ ചാക്കപ്പനെ. പിന്നെ നീ ആരാന്നോർത്തെ? ഞാനോർത്തു കുഞ്ചാക്ക് ബോബനായിരിക്കും. അതെ, ഇങ്ങനെ ഇരുന്നാ മതിയോ? നീ ഇപ്പൊ എന്നാ പരിപാടി? എന്ത് പരിപാടി? തിരങ്കല പരിപാടി തന്നെ. വണ്ടിക്കത് സാധനം ഇരിപ്പുണ്ട്. ആ സാധനങ്ങളല്ലാടെ നീ പോയി എടുത്തോണ്ടോ? പോയി എടുത്തോണ്ട് പൂവല്ലേ? പിന്നെ
എടാ ഷൂട്ടിൻ്റെ കാര്യമൊക്കെ സംശയം നടക്കുമെന്ന് അറിയത്തില്ല, ഞാൻ നിന്നെ വിളിക്കാം, നീ ഒന്ന് അടങ്ങ്. കാലത്തിനാവുമോ ഈ ഓർമ്മകൾ മായ്ക്കുവാൻ നാം പോകയോ ദൂരവും അറിയാതെ കൂടെ നടന്നവർ പിരിയാൻ കഴിയാതെ പോയവർ ഒരു നാളും മറക്കില്ല സൗഹൃദത്തിന് നിമിഷവും ഒരു നാളും പിരിയില്ല ഈ മനസ്സുകളും. ഞാനെന്തോ എന്നടാ നീ നോക്കട്ടാ വിളിക്കാൻ പോവായിരുന്നു. അതെ, ഇതിന് തീരുമാനം വല്ലതും ഉണ്ടാക്കണ്ടെങ്കിൽ ഉണ്ടാക്കുക. കുറേ നാളായി സാധനം കൈ കൊണ്ടു വെച്ചിട്ട് ഇപ്പം എടുക്കും എന്ന് പറഞ്ഞു. ഇത് എന്തിനുണ്ടോ ഞങ്ങൾ ഈ സാധനം? ഞാനിപ്പോൾ എന്ത് ചെയ്യാനാളവേ? ജോസൂട്ടി ഒരു പെണ്ണെ സ്നേഹിച്ച് അവനെ ഇപ്പം ഇങ്ങോട്ട് കാണാറില്ല. സെബാനാണെങ്കിൽ ഒരു ജോലി കിട്ടിയെന്ന് പറഞ്ഞ് ഞാൻ ബാംഗ്ലൂർക്ക് പോയി. ഇപ്പം നീ പറയണത് നീ പുറത്തേക്ക് പോവാന്ന്. ഇനി പിന്നെ ഞാനും ബീച്ചാരും കൂടെ എന്നെ ദശാവതാരം കളിക്കോ? നീ അത് കാണിച്ചേ. എന്തായാലും നല്ല ബെസ്റ്റ് പേരാ ഷോർട്ട് ഫിലിം ഇട്ടേക്കട്ടെ, അജ്ഞാതം. എന്നാ പേരിന് എന്നാ കുഴപ്പം? ഒരു കുഴപ്പമില്ല, നല്ല പേരല്ലേ. അത് ഇട്ടേ പിന്നെ നേരെ ചപ്പി മര്യാദയ്ക്ക് ഒരു കാര്യം നടന്നിട്ടില്ല. എടാ ഫക്രു, നമുക്കിത് ചെയ്യടാ. എല്ലാവർക്കും ഇപ്പം ബിസിയൊക്കെ ആയതുകൊണ്ടല്ലേ. ഓട്ടെ, നീ ബാ നോക്കാം. വാടാ.